റോമിലെ വളരെ പ്രത്യേകതകളുള്ള ഒരു പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഹോളി ക്രോസ് ഓഫ് ജെറുസലേം ദേവാലയം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു പള്ളി ഒരു കുതിരാലയമായിരുന്നു. റോമിലെ ഒഫീഷ്യൽസിൻ്റെയൊക്കെ ഒരു കുതിരാലയമായിരുന്നു. ഇപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് നാം പ്രവേശിച്ച് കഴിയുമ്പോൾ അമൂല്യങ്ങളായിട്ടുള്ള നിരവധി തിരുശേഷിപ്പുകൾ, വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ്, ഈശോയെ കുരിശിൽ തറച്ച ആണയുടെ തിരുശേഷിപ്പ്, മുൾക്കിരീടത്തിൻ്റെ തിരുശേഷിപ്പ്, ഒപ്പം സീറോ മലബാർ സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ, അവരെ സംബന്ധിച്ച് അവരുടെ പിതാവായിട്ടുള്ള വിശുദ്ധ തോമാസ് ലീഹായുടെ വിരലിൻ്റെ ആ ഒരു തിരുശേഷിപ്പ്, അങ്ങനെ നിരവധി അമൂല്യങ്ങളായിട്ടുള്ള നിരവധി തിരുശേഷിപ്പുകൾ നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഹെലേന രാജ്ഞി ഹോളി ലാൻഡിൽ നിന്നാണ് ഈ വിശുദ്ധ കുരിശിൻ്റെയൊക്കെ ഒരു തിരുശേഷിപ്പ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു തിരുശേഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഈ ഹോളി ക്രോസ് ഓഫ് ദി ജെറുസലേം ദേവാലയം പണിതുയർത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ ഒരു പള്ളിക്കുള്ളത്, തിരുസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ധന്യപദവിയിലുള്ള ഒരു മിസ്റ്റിക്കായി കണക്കാക്കപ്പെടുന്ന അന്തോണിയേറ്റ മേയോ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ബാലിക, ആ ബാലികയുടെ ഒരു കബറിടവും ഈ ഒരു ദേവാലയത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടൂറിനിലെ ആ വിശുദ്ധ തിരുക്കച്ചയുടെ ആ ഒരു തനിപ്പകർപ്പ്, അതും ഈ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിലുണ്ട്. നിരവധി തീർത്ഥാടകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോമിൽ വരുമ്പോൾ സന്ദർശിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണ്. നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന അമൂല്യമായിട്ടുള്ള നവ്യമായിട്ടുള്ള ഒരു ആത്മീയ അനുഭവം തീർത്ഥാടകർക്ക് പകരുന്ന ആ തിരുശേഷിപ്പുകൾ നമുക്ക് നേരിട്ട് നോക്കിക്കാണാം. ദേവാലയങ്ങളുടെ നഗരമാണ് റോമെന്ന് വേണമെങ്കിൽ പറയാം. അമ്പരചുംബികളും ഭീമാകാരങ്ങളുമായ ദേവാലയങ്ങൾ റോമ നഗരത്തെ മറ്റെല്ലാ നഗരങ്ങളിൽ നിന്നും സവിശേഷമാക്കുന്നു. ഈ ദേവാലയങ്ങൾ ഓരോന്നും ക്രിസ്തീയ വിശ്വാസവും കത്തോലിക്ക സഭയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദേവാലയത്തിനും ഓരോ കഥകളുമുണ്ട്. സംസ്കാരവും ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്നവയാണ് ഈ ദേവാലയങ്ങളെല്ലാം. എന്നാൽ ഈ ദേവാലയങ്ങളിൽ നിന്നെല്ലാം പല കാരണങ്ങളാലും വ്യത്യസ്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ദേവാലയത്തിന്റെ പേരാണ് ബസിലിക്ക ചർച്ച് ഓഫ് സാന്താക്രൂസ് ഇൻ ജെറുസലേം അഥവാ ഹോളി ക്രോസ് ഇൻ ജെറുസലേം ദേവാലയം. ഈശോയുടെ കുരിശിൻ്റേതുൾപ്പെടെ നിരവധി തിരുശേഷിപ്പുകൾ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാലയം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഔറേലിയൻ വാളിൻ്റെയും കാസ്ട്രൻസ് ആംബി തിയേറ്ററിൻ്റെയും അടുത്തായും സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയുടെയും പോർട്ട മാഗിയോറിൻ്റെയും നടുവിലുമായാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. റോമിലെ 7 പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് ബസിലിക്ക ഓഫ് ദി ഹോളി ക്രോസ് ഇൻ ജെറുസലേം. 3-ാം നൂറ്റാണ്ടിൽ സെവേറിയൻ ചക്രവർത്തിമാർ അഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന എസ്ക്വിലിനോ പ്രദേശത്ത് ഒരു രാജകൊട്ടാരവും കാസ്ട്രൻസ് ആംഫി തിയേറ്ററും ഔറേലിയൻ വാളും ഉൾപ്പെടുന്ന ഒരു പ്രദേശം രൂപീകരിച്ചിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ കെട്ടിട സമുച്ചയത്തെ പുനരുദ്ധരിക്കുകയും സെസോറിയം എന്ന് പുനഃനാമകരണം നടത്തുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് തലസ്ഥാനം കോൺസ്റ്റന്റാനോപ്പിളിലേക്ക് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയായിരുന്ന ഹെലേന രാജ്ഞി അവിടെ കുറെ മാറ്റങ്ങൾ വരുത്തി. ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈശോയെ തറച്ചുകൊന്ന കുരിശിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ തക്കവിധം രൂപകൽപ്പന ചെയ്ത ഒരു ചാപ്പലിന്റെ പിറവി. ഈ ചാപ്പലാണ് പിൽക്കാലത്ത് ബസിലിക്ക ഓഫ് ഹോളി ക്രോസിന്റെ കേന്ദ്രമായി മാറിയത്. AD 325 ഈശോയുടെ പീഡാനുഭവത്തിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതിനായി ദേവാലയം കൂദാശ ചെയ്തത് എന്നാണ് ക്രൈസ്തവ പാരമ്പര്യം. 8-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി രണ്ടാമനും പോപ്പ് ഹാഡ്രിയൻ ഒന്നാമനും 12-ാം നൂറ്റാണ്ടിൽ ലൂസിയസ് രണ്ടാമനും ദേവാലയം പുനരുദ്ധരിച്ചവരിൽ പെടുന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിലും നിരവധിയായ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഈ ദേവാലയം. ഈശോയെ തറച്ചുകൊന്ന യഥാർത്ഥ കുരിശിൽ നിന്നുള്ള 3 ഭാഗങ്ങൾ കൂടാതെ ക്രിസ്തുവിന്റെ മുൾക്കിരീടത്തിലെ 2 മുള്ളുകൾ എന്നിവയും ഇവിടെ തിരുശേഷിപ്പായി വണങ്ങപ്പെടുന്നു. 1629 പോപ്പ് ഊർബൻ 8-ാമന്റെ നിർദ്ദേശപ്രകാരം ഈശോയുടെ യഥാർത്ഥ കുരിശിന്റെ വലിയൊരു ഭാഗം സാന്താക്രൂസ് ബസിലിക്കയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. ഈശോയെ പടയാളികൾ അടിച്ച ചമ്മട്ടിയുടെ ചെറിയ കഷ്ണങ്ങളും തിരുക്കല്ലറയുടെയും ഉണ്ണീശോയുടെ തൊട്ടിലിന്റെയും തിരുശേഷിപ്പുകളും ഈ ദേവാലയത്തിലുണ്ട്. ഈശോയുടെ കുരിശിൽ തറച്ചുവെച്ച ലിഖിതവും ഇവിടെയുണ്ട്. ഈശോയോടൊപ്പം കുരിശുമരണം വരിച്ച നല്ല കള്ളന്റെ കുരിശിന്റെ ഒരു ഭാഗവും മറ്റ് പല തിരുശേഷിപ്പുകളും എന്നതുപോലെ ഗ്ലാസ് പേടകത്തിനുള്ളിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ചൂണ്ടുവിരലാണ് സാന്താക്രൂസ് ബസിലിക്കയിലെ മറ്റൊരു ശ്രദ്ധേയമായ തിരുശേഷിപ്പ്. ഈശോയുടെ തിരുമുറിവുകളെ സ്പർശിച്ചത് ഈ വിരൽ കൊണ്ടാണെന്നാണ് പാരമ്പര്യം. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നാണല്ലോ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തോമാസ് ശ്ലീഹായുടെ ഈ തിരുശേഷിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇറ്റലിയിലെ ബാരിയിലുള്ള സെന്റ് നിക്കോളാസ് ദേവാലയത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കയ്യിലെ ഒരു അസ്ഥിയും തിരുശേഷിപ്പായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ റോമിലെ സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലും തോമാസ് ശ്ലീഹായുടെ ചൂണ്ടുവിരലിൽ നിന്നുള്ള അസ്ഥിയും വണങ്ങുന്നുണ്ട്. ഈ ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഭാവിയിൽ തിരുസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയായി ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള ധന്യ ആന്റോണിയോ മേയയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നതും മേയയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ് എന്നതാണ്. ഓസ്റ്റിയോ സർക്കോമ രോഗം പിടിപെട്ട് 6-ാം വയസ്സിലാണ് മേയോ സ്വർഗപ്രാപ്തിയായത്. വളരെ കുറച്ചു കാലമേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും അതിലേറെ സമയം സാന്താക്രൂസ് ബസിലിക്കയുമായി ബന്ധപ്പെട്ടായിരുന്നു മേയയുടെ ജീവിതം. അവൾക്ക് ജ്ഞാനസ്നാനം നൽകിയതും ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുവാനും തിരുശേഷിപ്പുകൾ വണങ്ങുവാനും ദിനംപ്രതി നിരവധി വിശ്വാസികളാണ് ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്.